ക്ലയൻസിനൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ സാറിന് അത് എങ്ങനെയാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയിരിക്കുന്നത്? നമ്മുടെ GCC അല്ലെങ്കിൽ പുറത്തുള്ള ക്ലയൻസ് ആണോ, അതോ നമ്മുടെ ഇന്ത്യൻ ക്ലയൻസ് ആണോ കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്? ഓഫ് കോഴ്സ് പുറത്തുള്ള ക്ലയൻസ് തന്നെയാണ് ആക്ച്വലി. ഇന്ത്യൻ ക്ലയൻസ് ആർ ആക്ച്വലി ഓവർ എക്സ്പെക്ടേഷൻസ് ഉള്ള ആൾക്കാരാണ്. പിന്നെ നമ്മുടെ മാർക്കറ്റും അങ്ങനെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവോക്ക് പോലത്തെ ഒരുപാട് കമ്പനികളുണ്ട്. സോ ദ മാർക്കറ്റ് കോമ്പറ്റീഷൻ ഓൾസോ ടൈറ്റ് ഇൻ ഇന്ത്യ. സോ ആ ഒരു മാർക്കറ്റിനകത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യണതിനേക്കാളും അല്ലെങ്കിൽ നമുക്ക് എഫോർട്ട് എടുക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ബെനിഫിറ്റും നമുക്ക് ഔട്ട്സൈഡ് ഇന്ത്യൻ പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ തന്നെയാണ് ആക്ച്വലി. ഓഫ് കോഴ്സ് ഈ കറൻസി വാല്യൂയുടെ ഡിഫറൻസ് എന്തായാലും നമ്മുടെ ഇതിൽ റിഫ്ലക്റ്റ് ആവുമല്ലോ ആക്ച്വലി. ശരിയാണ്. അതുപോലെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത് എനിക്കൊരു ഇപ്പോൾ ആസ് എ ഒരു നോർമൽ പേഴ്സൺ എന്ന നിലയ്ക്ക് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയത്, ലുലു പോലുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികൾ പോലും ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് പോകുന്നത്? അതിൻ്റെ ഒറ്റ കാരണമുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ ആൻസറുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. കാരണം ഒറ്റ കാരണമുള്ളൂ, നൗ ദ പീപ്പിൾ ആർ ഇൻ ഡിജിറ്റൽ. പീപ്പിൾ ആർ ഓൾവേസ് സ്പെൻഡിങ് ദർ. ഇപ്പം നമുക്കിപ്പോൾ ഉള്ള നമ്മുടെ മൊബൈൽ ഫോൺസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കാണിക്കുമല്ലോ. ആ സ്ക്രീൻ ടൈം നമ്മൾ എത്ര നേരം നമ്മൾ സ്ക്രീൻ സ്പെൻഡ് ചെയ്തെന്നുള്ളത്. യു ജസ്റ്റ് ലുക്ക് അറ്റ് യുവർ ഫോൺ ആൻഡ് കൺഫേം ദാറ്റ് എത്ര സമയം. ശരിക്കും അത് നമ്മളെ മനുഷ്യനെ മനസ്സിലാക്കിയിട്ടാണ് അത് വെച്ചേക്കുന്നത്. കാരണം അറിയാം ഇതിലിങ്ങനെ ഇരുന്ന് പോകുന്നുള്ളൂ. അപ്പോൾ അത് എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത് നമുക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവർ വെച്ചിരിക്കുന്നത്. അതെ, അപ്പം നമുക്കൊരു മനുഷ്യൻ, ഒരു ഹ്യൂമൻ ബീങ്ങിന് ഒരു ദിവസം 24 hours അല്ലേ കിട്ടുള്ളൂ, അല്ലാതെ 28 ഉം 30 ഒന്നും കിട്ടാൻ പോകുന്നില്ല. സോ നൗ ദ പോയിന്റ് ഈസ് ആക്ച്വലി ആ 24 hours ഇഫ് യു ആർ സ്പെൻഡിങ് 10 hours ഇൻ ഡിജിറ്റൽ സ്ക്രീൻ ടൈം, ദെൻ ലുലു അല്ലെങ്കിൽ ഇപ്പം വേൾഡ് ബിഗ് കമ്പനി കോക്കോ, പെപ്സിയോ, ഹൂവർ, അവർ പ്രസൻറ്റ് ഡിജിറ്റലി വന്നില്ലെന്നുണ്ടെങ്കിൽ ദെൻ ദേ ഹാവ് ടു ബി പ്രസൻറ്റ് ഇൻ ഡിജിറ്റൽ ഓൾസോ. അതുകൊണ്ടാണ് അവർക്ക് വിഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ദേ ആർ ഇൻ ഡിജിറ്റൽ. എത്ര വലിയ കമ്പനിയാണെങ്കിലും ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇപ്പോൾ കോള നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം കൊക്കോ കോള എന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ ഒരുപാട് മാർക്കറ്റ് പ്രൊഡക്ട്സ് കോളയുടെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് കൊക്കോ കോള എന്നായിരിക്കും. കൊക്കോ കോള ഇപ്പം ഡിജിറ്റലി മില്യൺസ് ഓഫ് റുപ്പീസ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് വേൾഡ് വൈഡ് ആക്ച്വലി ഡിജിറ്റലി. സോ ഡിജിറ്റലി അത്രയും പൈസ അവർ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വാണ്ട് ടു കീപ് ഇൻ പീപ്പിൾ മൈൻഡ് ദാറ്റ് കോള ഈസ് കൊക്കോ കോള. സോ ദാറ്റ് ഈസ് എ റീസൺ ദാറ്റ് ദേ സ്പെൻഡിങ് ദാറ്റ് മച്ച് മണി ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ അതിൻ്റെ കാരണം ഇതാണ്. ഇപ്പോൾ ട്രഡീഷണലി ഉള്ള ഇപ്പോൾ ഹോർഡിങ്സ് ആയാലും കൊക്കോ കോള ഈസ് സ്റ്റിൽ ഡൂയിങ് വാൾ പെയിന്റിങ്സ്. ഇഫ് യു ഗോ ടു തമിഴ്നാട് ആൻഡ് ഓൾ, കൊക്കോ കോളയുടെ വാൾ പെയിന്റിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പലപ്പോഴും ആലോചിക്കൂട്ടെ, എന്താ കൊക്കോ കോളയൊക്കെ ഇത്ര വലിയ കമ്പനി ഇപ്പോഴും ആ ഒരു വാൾ പെയിന്റിംഗിൽ നിൽക്കുന്നത്. അപ്പോൾ അതായത് ട്രഡീഷണൽ ആൻഡ് ഡിജിറ്റൽ അവരെപ്പോഴും മൂവ് ചെയ്യുന്നത് നടത്തും അല്ലേ? പീപ്പിളുടെ മനസ്സിൽ ഇങ്ങനെ കീപ്പ് ചെയ്യണം. അതായത് ഓക്കെ, കോള ഈസ് കൊക്കോ കോള. They have to inject the name and the product always to the society. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിജിറ്റൽ ആകുമ്പോൾ ഡിജിറ്റലും they need to be present in digital. That's the reason even Lulu or whoever ചെയ്യുന്നതിന്റെ കാരണം. ഇപ്പോൾ നമുക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് കമ്പനീസ് ഉണ്ട്. പക്ഷെ എന്താണ് വാട്ട്സ് യൂണീക്ക് ഇൻ ഇവോക്ക്? ഇവോക്കിലേക്കൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു റിക്വയർമെൻറ്റ് സംസാരിക്കാനായിട്ട് ഒരു ക്ലയൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ആ ക്ലയൻറ്റിനെ ആദ്യം മനസ്സിലാക്കും. എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് അവരുടെ ബിസിനസ്, ഏത് ജിയോഗ്രഫിയിലാണോ ഒരു ബിസിനസ് ചെയ്യുന്നത്, അവർ ഓൾറെഡി റീറ്റെയിൽ ബിസിനസ്സാണോ ചെയ്യുന്നത്, റീറ്റെയിൽ സ്റ്റോർ എവിടെയാണ് ചെയ്യുന്നത്, അവർക്ക് എന്തെങ്കിലും ഓൺലൈൻ സ്റ്റോർ അവർ ചെയ്തിട്ടുണ്ടോ, ഇതുവരെ അവരെന്തെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് ട്രൈ ചെയ്തിട്ടുണ്ടോ, അതെന്താണ് ചെയ്തത്, എത്ര ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്തു, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കും. അതിനുശേഷം നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് കസ്റ്റമൈസ് ചെയ്യും. ഒരു ട്രഡീഷണലായിട്ട് നമുക്കൊരു സെറ്റ് ഓഫ് സർവീസസ് നമ്മൾ വിൽക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ആ കസ്റ്റമറുടെ നീഡ് അനുസരിച്ചിട്ടുള്ള രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജായിട്ട് കസ്റ്റമൈസ് ചെയ്യുക ചെയ്യുന്നത്. ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി, ഒരു കാറ്റഗറി അല്ല നമുക്ക് ഇവോക്ക് കൊടുക്കുന്നത്. അല്ല, കാരണം വരുന്ന ഓരോ ക്ലയൻസിനനുസരിച്ച്, ക്ലയൻസിന്റെ കസ്റ്റമേഴ്സിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നും കൊടുക്കുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അതെ. ഇപ്പം ചില കസ്റ്റമേഴ്സ് വരുമ്പം ചില പ്രൊഡക്ട്സ് ചിലപ്പം നമുക്ക് ഇ കോമേഴ്സിൻ്റെ ആവശ്യം ഉണ്ടാവത്തില്ല, ഇ കോമേഴ്സ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവത്തില്ല. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആദ്യം ഒന്ന് പുള്ളി ചെയ്ത് നമ്മൾ നോക്കും. അപ്പോൾ ആ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് ഡിജിറ്റൽ റെസ്പോൺസ്, അതായത് ഡിജിറ്റലി ഉള്ള ഒരു കസ്റ്റമർ ബേസ് ഈ പ്രൊഡക്റ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മേടിക്കാൻ തയ്യാറാവോ, നമ്മൾ ആദ്യം ആ മാർക്കറ്റ് ട്രയൽ ചെയ്യും. ആ മാർക്കറ്റ് ട്രയൽ ചെയ്യുമ്പം ഇഫ് യു ആർ ഗെറ്റിംഗ് വെരി ഗുഡ് റെസ്പോൺസ്, നമുക്ക് എവിടുന്ന് മേടിക്കാൻ പറ്റും, ഇത് ഓൺലൈൻ ഉണ്ടോ, ഇങ്ങനത്തെയൊക്കെ റെസ്പോൺസ് നമ്മൾ നോക്കിയിട്ട് വി വിൽ സജസ്റ്റ് ദ കസ്റ്റമർ ഓക്കെ വി വിൽ ഗോ ഫോർ എ ഇ കൊമേഴ്സ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ആ ഒരു ടൈം ടു ടൈം എടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പ്രീ ഡിഫൈൻഡ് പാക്കേജ് നമുക്ക് എല്ലാ ബിസിനസ്സിലും ആപ്ലിക്കബിളും അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബോട്ടിക് ബിസിനസ്, ക്ലോത്തിങ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു വലിയ അംബ്രലയാണ്
ആണ്, അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ആപ്ലിക്കബിൾ ആവില്ല. ചിലപ്പോൾ ട്രഡീഷണൽ കമ്പനി പറയും എല്ലാം ചെയ്തു എന്ന് പറയും, ചെയ്യുന്നത് റൈറ്റ് അല്ല. കാര്യമാണ് ചില സ്ഥലത്ത് നമുക്ക് ഇത് കണ്ടിട്ടുണ്ടാവും, ഇത്ര പാക്കേജ്. അപ്പം ഞാൻ ആലോചിക്കും, ഇപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫുഡിൻ്റെ ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിൽ, അപ്പോൾ എല്ലാത്തിനും സെയിം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ അതാണ് സാർ ഇപ്പോൾ പറഞ്ഞത്, ഇവോക്കും ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ്. അതായത് ഏത് പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഏത് സർവീസ് ആണ്, അതിൻ്റെ ആ ഒരു ഏരിയ എങ്ങനത്തെയാണ്, അവിടുത്തെ ക്ലയൻസ് എങ്ങനെയാണ്, ഏത് ക്ലയൻറ്റിനാണ് വേണ്ടത്, എത്തരത്തിലാണ് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ടാണ് ഇവോക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെ, ആ സ്ട്രാറ്റജി നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഡെയിലി വേണ്ട സെയിൽ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം, ഒരു 1 lakh സെയിലാണ് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾ വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെയോ സർവീസസിൻ്റെയോ വാല്യൂ എന്ന് പറയുന്നത് 10,000 ആണെന്ന് വയ്ക്കും. സോ യു നീഡ് അറ്റ്ലീസ്റ്റ് 10 സെയിൽസ് പെർ ഡേ ഇൻ ദാറ്റ് കേസ് അല്ലേ. 10 വിറ്റാലാണ് നിങ്ങൾക്ക് 1 lakh നിങ്ങൾക്ക് സെയിൽ കിട്ടത്തുള്ളൂ. 10 സെയിൽസ് ആണ് വേണ്ടത്. നിങ്ങളുടെ പർട്ടിക്കുലർ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഒരു ആവറേജ് കൺവേർഷൻ വാല്യൂ എന്ന് പറയുന്നത് 5% ആണെന്ന് വയ്ക്കും. സോ 10 ഡിവൈഡഡ് ബൈ 5 ഈസ് 2. 2 into 100 200. 200 ലീഡ്സ് നിങ്ങൾക്ക് ഡെയിലി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ 10 സെയിൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നൗ ദ ക്വസ്റ്റൻ ഈസ് ആക്ച്വലി 200 ലീഡിന് വേണ്ടിയിട്ട് എത്ര രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അത് നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് വെച്ചിട്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റ് വെച്ചിട്ട്, ഡാഷ്ബോർഡ്സ് വെച്ചിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിനെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എത്ര യൂസറിലേക്കാണ് ഇത് ചെല്ലുന്നത്, പെർ ലീഡിൻ്റെ കോസ്റ്റ് എത്രയാണ്. സോ പെർ ലീഡിൻ്റെ കോസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 50 rupees ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 50 into 200, സോ 10,000 ഈസ് യുവർ സോഷ്യൽ മീഡിയ ബഡ്ജറ്റ്. സോ അങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദർ ഇസ് എ വേ ടു കാൽക്കുലേറ്റ് ദിസ്. അതൊക്കെ ഇവോക്ക് കൃത്യമായിട്ട് ചെയ്തിട്ടാണ് ആക്ച്വലി വി ആർ ഗിവിങ് എ ബഡ്ജറ്റ് ടു ദ കസ്റ്റമർ. അല്ലാതെ ജസ്റ്റ് ഈ ലൈക്ക് ഒരു ക്ലൗഡ് ഉണ്ടാക്കുമല്ല. ദാറ്റ്സ് നോട്ട് റൈറ്റ് ഓൾസോ. അത് പോസിബിൾ ആണ്. ഇപ്പോൾ ചില കമ്പനികൾ പൊതുവേ ഇപ്പോൾ ഒരു ഞങ്ങൾ 10,000 രൂപയുടെ മാർക്കറ്റിംഗ് ചെയ്യും, ഞങ്ങൾ 20,000 രൂപയുടെ മാർക്കറ്റിംഗ് ചെയ്യും. അത് പോസിബിൾ ആണ് അപ് ടു ഒരു 1 lakh ബഡ്ജറ്റ് വരെ. സപ്പോസ് ഇഫ് എ കസ്റ്റമർ കം ടു യു ആൻഡ് ദേ ഹാവ് എ ബഡ്ജറ്റ് ഓഫ് 50 lakhs per month, ദിസ് സ്ട്രാറ്റജി വിൽ ഗോ റോങ് ബിക്കോസ് യു ഹാവ് ടു അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻസൈറ്റ്സ് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, വാട്ട് യു ഗോയിങ് ടു ഡു, ഈ പൈസ എവിടെയാണ് പോകുന്നത്, ഈ പൈസ എവിടെയാണ് പോകുന്നത്. അത് അങ്ങനെയൊക്കെ അത്രയും ബഡ്ജറ്റ് കൈകാര്യം ചെയ്തൊരു കമ്പനിക്കായിരിക്കും അതിനെപ്പറ്റി ഒരു എക്സ്പീരിയൻസും ഉണ്ടാകത്തുള്ളൂ. സോ അത് ഞങ്ങൾ ചെയ്യുന്നത് ഒരു കസ്റ്റമൈസേഷൻ മോഡ് തന്നെയാണ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അവർക്ക് വേണ്ട അവരുടെ പ്രൊഡക്റ്റിനെ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അതിന് എത്ര സ്പെൻഡ് വരും, അതിൻ്റെ സർവീസ് എത്രയാണോ വാട്ട് എവർ വി വിൽ ഓൾസോ പ്രപ്പോസ്, അതിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് അത് ഓക്കെ ആണെങ്കിലാണ് വിൽ സ്റ്റാർട്ടിംഗ് ദ ബിസിനസ്. പിന്നെ ഓൺ ദ ഗോയിലാണ് എല്ലാം നടക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 40% കസ്റ്റമറും ഞങ്ങൾ റീറ്റെയിൻ ചെയ്യുന്ന കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഓൺ ദ ഗോയിൽ ഓഫ് കോഴ്സ് അവർക്ക് ഗ്രോത്ത് ഓരോ ഇയറിലും കൂടുന്നതുകൊണ്ടായിരിക്കുമല്ലോ ദേ ആർ കീപ്പിംഗ് ഇവോക്കിനായിട്ട് എപ്പോഴും അവർ കൊളാബ് ചെയ്ത് നിൽക്കാനുള്ള കാരണം അത് തന്നെയാണ്. ഞാൻ ബേസിക്കലി എൻ്റെ ഒരു തിയറി അത് തന്നെയാണ്, ബിസിനസ് തിയറി അതാണ്. എനിക്ക് പുതിയ ബിസിനസ് ക്യാച്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് കറണ്ട് കസ്റ്റമറുടെ ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് തന്നെയാണ്. വി ആർ ഇൻക്രീസിങ് ക്ലയൻറ്റ് ബേസ്. പക്ഷേ ഞാൻ പറയണത് എപ്പോഴും നമുക്ക് ഒരു സേഫറായിട്ട് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു മെയിൻറ്റെയിൻ യുവർ കറണ്ട് കസ്റ്റമർ. ഐ തിങ്ക് ഇപ്പം ഞാൻ സാറിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവോക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ്. 100%.